നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ പട്ടിക്കാട്ടുകാരിക്ക് ഇത്രയൊന്നും കിട്ടിയാ പോരാ. ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയതിനാ ഋതികയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് ശീലാവതി ചമഞ്ഞ് നടന്ന അവള് ചെയ്തതോ ആരും കാണാതെ കള്ളക്കാമുകനെ കെട്ടാൻ പോയി. നാണം കെട്ട് തിരിച്ചു വന്നു. ഋതികയ്ക്ക് ഹോസ്റ്റലിലുള്ളവരുടെ മുന്നിലെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നുള്ളൂ. പക്ഷെ പാർവതിക്ക് ഇവിടെ ഉള്ളവരുടെ മുന്നിലും ഗാർമെന്റ്സിലുള്ളവരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാ. അവൾ ഇനിയും അനുഭവിക്കും. അവള് മാത്രമല്ല, അവളുടെ കൂടെ നടക്കുന്ന ആ 3 നാശങ്ങളും അനുഭവിക്കും. നീ ഒന്ന് കുറച്ചു നേരം വായടച്ച് മിണ്ടാതിരിക്കോ. മനുഷ്യനിവിടെ പോകഞ്ഞിരിക്കുമ്പോഴാ കലപിലാന്ന്. എന്താടി നിനക്ക്? അവൾക്കിട്ട് പണി കൊടുക്കുന്നതിനെ പറ്റി 24 മണിക്കൂർ ആലോചിച്ച് നടക്കുന്നവളല്ലേ നീ? നിന്റെ സങ്കടം കണ്ടിട്ടായിരിക്കും ദൈവം നന്ദനെ നിന്റെ കമ്പനി തന്നെ എത്തിച്ചത്. നീ കൊടുക്കാൻ ആഗ്രഹിച്ചതിനേക്കാളും മുട്ടം പണിയല്ലേ അവളുടെ ആ ഫ്രോഡ് കാമുകൻ അവൾക്കിട്ട് കൊടുത്തത്. എന്നിട്ട് സന്തോഷിക്കാതെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുകയാണോ നീ? നിനക്ക് എന്താ മുക്ത പറ്റിയത്? അതിബുദ്ധിയുള്ള ചാത്തൻ പക്ഷി മാറാലെ കുടുങ്ങുന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അതാ ഇവിടെ സംഭവിച്ചേ. മറ്റുള്ളവരെ മുഴുവൻ ചട്ടം പഠിപ്പിക്കാൻ നടന്ന അവള് തന്നെ കുഴി ചെന്ന് ചാടിക്കൊടുത്തു. തുളസിക്കതിര് പോലുള്ള ഒരു പെൺകുട്ടി ഒരു തട്ടിപ്പ് വീരന്റെ വലയിൽ. അങ്ങനെ ഒരു ന്യൂസ് പത്രത്തിലും ടിവിയിലൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ മുക്ത? അവളുടെ നന്ദന്റെ ഫോട്ടോയും കൊടുക്കണം. അവളുടെ നാട്ടിലുള്ളവര് മൊത്തം അറിയണം. അവിടെ അവള് നാറണം. പറയും മുക്ത, എന്തെങ്കിലും വഴിയുണ്ടോ? അറ്റ്ലീസ്റ്റ് അവളുടെ വീട്ടുകാരെങ്കിലും അറിയിക്കാൻ കഴിഞ്ഞാ മതി. അവളുടെ ഫോണിൽ നിന്ന് അവൾ അറിയാതെ അവളുടെ അച്ഛന്റെ അമ്മയുടെ നമ്പർ എടുക്കുക. എന്നിട്ട് പൊന്നുമോളുടെ വീരകഥകളെ വിളിച്ചറിയിക്കുക. വണ്ടിയും വിളിച്ച് അവരിങ്ങോട്ടൊരു വരവ് വരും, അവളെ തല്ലിക്കൊല്ലാൻ. നിങ്ങൾ അതൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. അങ്ങനെ ഒരു കാഴ്ച കാണാൻ കൊതിയാവും അവന്തിക. ഇപ്പൊ തന്നെ പോയി അവളുടെ ഫോണിൽ നിന്ന് വീട്ടുകാരുടെ നമ്പർ എടുക്കാൻ പറ്റുമോ നോക്കാം. നീ വാ. വായടച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? എന്താടി നിനക്ക്? അവളുടെ വീട്ടുകാർ അവളെ തല്ലിക്കൊല്ലുന്നതിനെ പറ്റിയല്ലേ ഞങ്ങൾ സംസാരിച്ചത്. അതിന് നിനക്കെന്താ ഇത്ര ടെൻഷൻ? തല്ലിക്കൊല്ലാൻ വരാൻ പോകുന്നതേ അവളുടെ വീട്ടുകാരായിരിക്കില്ല, എന്റെ മമ്മിയായിരിക്കും. അതും അവളെയല്ല, എന്നെ. അവൾ ഈ കുരുത്തക്കേട് കാണിച്ചതിന് നിന്റെ മമ്മി എന്തിനാ നിന്നെ തല്ലിക്കൊല്ലുന്നേ? എന്താ മുക്ത? നന്ദൻ ഇതൊന്നും അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. പിന്നെ ഗന്ധർവനായി അഭിനയിച്ച് അവളെ ചതിക്കാൻ നന്ദനെ വിളിച്ചു വരുത്തിയത് ഞാനാ. ഈ നടന്നത് പലതും എന്റെ അറിവോട് കൂടിയാ. ഞാൻ കാരണമാ പാർവതിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് മമ്മി അറിഞ്ഞ ഉറപ്പായിട്ടും എന്നെ തല്ലിക്കൊല്ലും. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ അവളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കുമായിരുന്നു. കൈലാഷിനെ എനിക്കും കിട്ടുമായിരുന്നു. അവൾ അവനെ ചതിക്കായിരുന്നു എന്ന് അവനെ വിശ്വസിപ്പിച്ച് അവനോട് സഹതാപം അഭിനയിച്ച് അവന്റെ മനസ്സിൽ കയറി പറ്റാനുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയതാ. പക്ഷെ അവസാന നിമിഷം എല്ലാം കുളമായി. ഞാൻ ആഗ്രഹിച്ചത് പോലെയാണ് നടന്നിരുന്നതെങ്കിൽ മമ്മിയുടെ തല്ല് കിട്ടിയാലും എനിക്ക് സങ്കടമില്ലായിരുന്നു. ഞാൻ പണിപ്പെട്ടത് മുഴുവൻ വെറുതെയായി. ഇതിങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോട്ടെ. നിങ്ങളായിട്ട് കൂടുതൽ വഷളാക്കണ്ട. നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്? ഇതിന്റെ ഒക്കെ പിറകില് നീയാണെന്ന് നിന്റെ മമ്മി മറ്റുള്ളവരും എങ്ങനെ അറിയാനാ? നന്ദൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാ, അറിയോ നിങ്ങക്ക്? അവൻ ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലെന്നും അവനെ കൊണ്ട് ആരോ ചെയ്യിച്ചതാണെന്നും ആ പ്രിയന് സംശയമുണ്ട്. അവനത് പോലീസിനോട് പറയുകയും ചെയ്തു. പോലീസ് ശരിക്കും നന്ദനെ ഒന്ന് പെരുമാറിയ അവന് എന്റെ പേര് പറഞ്ഞാലോ? പത്രത്തിലും ടിവിയിലും ഫോട്ടോ സഹിതം വാർത്ത വരുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നീ ചോദിച്ചില്ലേ? നമ്മളായിട്ട് വഴി കണ്ടുപിടിക്കൊന്നും വേണ്ട. ചാനലുകാർക്കും പത്രക്കാർക്കും പോലീസ് തന്നെ ഫോട്ടോ കൊടുത്തോളും. അതെ, അവളുടെയും നന്ദന്റെ ഫോട്ടോ അല്ല, എന്റെയും നന്ദന്റെ ഫോട്ടോ. പാവപ്പെട്ട പെൺകുട്ടിയെ ചതിക്കാൻ നോക്കിയ 2 ക്രിമിനൽസ് എന്ന തലക്കെട്ടോടെ. അത് കാണുന്ന നിമിഷം എന്റെ മമ്മി ഇവിടെ എത്തും. അത് ആലോചിക്കുമ്പോ തന്നെ എന്റെ നെഞ്ചടിക്കുക. ഓ, എന്റെ കയ്യും കാലും വിറയ്ക്കുക.
നീ എന്തൊക്കെ മണ്ടത്തരി ചെയ്തു വെച്ചിരിക്കുന്നത്? മുക്ത, നന്ദൻ ഇത്രയും വലിയ ക്രിമിനലും പെണ്ണുപിടിയനാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അവനെ വെച്ചൊരു ഡ്രാമ കളിച്ചത്? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഞാൻ അറിഞ്ഞിരുന്നില്ലടി. അവൻ ഇത്ര വലിയ ക്രിമിനൽ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കമ്പനിയിലെ കാല് കുത്താൻ പോലും ഞാൻ അനുവദിക്കില്ലായിരുന്നു. നീ ഈ പറഞ്ഞത് ഞങ്ങള് വിശ്വസിക്കും. പക്ഷെ പോലീസ് ഇതൊക്കെ വിശ്വസിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ അവളെ കഴുത്തിൽ കത്തി വെച്ച് കൊല്ലാൻ നോക്കിയില്ലേ? നീ പറഞ്ഞിട്ടാണ് അവൻ അത് ചെയ്തതെന്നേ പോലീസ് വിശ്വസിക്കൂ. അവനല്ല, അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതിന് നിനക്കാ കൂടുതൽ ശിക്ഷ കിട്ടുക. നിന്റെ കാര്യം പോക്കാം. ഇതിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ചെയ്തു വെച്ച ഈ മണ്ടത്തരം കാരണം നിന്റെ ലൈഫ് മൊത്തം സ്പോയിലായി. മാഡം, അത് മാഡം, മീരയ്ക്ക് മാഡത്തിനോട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ, ഞാൻ പറ പറ പറയടി. മാഡത്തിന് ഞങ്ങളോടും പാറുവിനോടും ഒക്കെ ദേഷ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. മാഡത്തിൽ നിന്ന് ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല. മാഡത്തിനോട് അതൊക്കെ എങ്ങനെയാ പറയാന്നോർത്താ മടി കൊണ്ടാ ഞങ്ങൾ പറയാതിരുന്നേ. അല്ലാതെ മാഡം കരുതുന്നത് പോലെ മാഡത്തിന് ഞങ്ങൾ ഫൂളാക്കിയതൊന്നും അല്ല. ഞങ്ങളെല്ലാവരും സ്വന്തം അമ്മയെ പോലെയാ മാഡത്തിനെ കാണുന്നത്. ഞങ്ങൾ ഒരിക്കലും മാഡത്തിനെ ഫൂളാക്കില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ അമ്മയെ പോലെയാണത്രേ കാണുന്നത്. ഇപ്പോഴും എന്നെ ഫൂളാക്കാൻ നോക്കുക നിങ്ങളൊക്കെ. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കോ? കൂടെ പിറപ്പ് തോന്നിയതുപോലെ നടന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് അത് മറച്ചു പിടിക്കോ? ഇന്നേ വരെ ഒരാളുടെ മുന്നിലും എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടില്ല. ആരും എന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നേ വരെ ആരും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായി എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. നിങ്ങൾ കാരണം. എന്റെ നേർക്ക് വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തു നിങ്ങൾ കാരണം. എന്നിട്ടൊരു മനസാക്ഷി കുത്തൂല്ലാതെ പറയുന്നു ഞാൻ അമ്മയെ പോലെയാണത്രേ. വീണ്ടും നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുക. മാഡം വേണമെങ്കിൽ ഞങ്ങളെ തല്ലിക്കും, ദേഷ്യം തീരുന്നത് വരെ തല്ലിക്കും. എന്നാലും ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം. കേൾക്കുമ്പോ കരച്ചിൽ വരുക. നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല, സ്നേഹവും ഇല്ല. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാൻ പാടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അർഹിക്കാത്ത പാത്രത്തിലാ ഞാൻ ഇത്രയും ദിവസം സ്നേഹം വിളമ്പിയത്.